correct. Okay, thank you. Reflector a little more bright. Okay, change your dress. Location change. ഞങ്ങൾ കൂടെ കണ്ടോട്ട് നിങ്ങളെ ഒന്ന് പോസ് ചെയ്യാമോ? ക്യാമറ ഞങ്ങളുടെ ഉണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാശാനെ. ആർക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? തൽക്കാലം എനിക്ക് മാത്രമാണെന്ന് കൂട്ടിക്കോ. നിന്നെ ഞങ്ങൾ എടുത്തോളാം. അപ്പുകുട്ടാ, അപ്പുകുട്ടാ, ഇയാൾ എവിടെ പോയി? അപ്പുകുട്ടാ, അത് ശരി, താൻ ഇവിടെ തലയും കുത്തി നിൽപ്പായിരുന്നു അല്ലേ? വല്ലതും പറയണ്ടായ? തലയ്ക്ക് നല്ല സുഖമില്ലാത്തവർക്ക് പറ്റിയതാണ് ഈ തലയും കുത്തി നിൽപ്പെന്ന് പറയായിരുന്നു. ഇത് ശീർഷാസനം, ഇനി പത്മാസനം ഉണ്ട്, പിന്നെ വേറൊരു ആസനം ഉണ്ട്. കാണാവോ? അയ്യോ വേണ്ട, താൻ ഉറങ്ങുമ്പോ മിക്കപ്പോഴും ഞാനത് കാണാറുണ്ട്. ഓ, ഇപ്പഴാ എനിക്കൊരു മനസമാധാനം കിട്ടിയത്. എന്താ? നിങ്ങളത് കണ്ടല്ലോ, ഭാഗ്യവാൻ. ആ ഹിന്ദി ചേത്താൻ വന്നിട്ടുണ്ട്, പുത്തക്ക ബച്ചെ. അവനെ കാണണതേ എനിക്കിഷ്ടല്ല. തനിക്കപ്പോ തമിഴ് മാത്രമല്ല ഹിന്ദി നല്ല വശമുണ്ടല്ലേ? ഹിന്ദി മാത്രമല്ല, ബംഗാളി, നേപ്പാളി, തമിഴ്, തെലുങ്ക്, കന്നഡ, കൊങ്കിണി. ഇവനെന്താ വെളുപ്പാൻ കാലത്ത് ജനാണ് എല്ലുന്നത്? വിനോദ് ഭായ്, ഇവൻ എന്ത് പറ്റി? ഭ്രാന്ത്. ഭ്രാന്താണ്. ഇവനെ കണ്ടാൽ തന്നെ അറിയില്ല ഭ്രാന്ത്. ഇവന്റെ ചന്ദനപ്പൊട്ടും ഒരു മാലും ഒരു തലമുറ പോലെ കാഴ്ച. ഞാൻ തമാശക്കൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതല്ലേ. പിന്നെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. എന്നെ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, നേരെ അടുക്കളയിൽ പോവാ, എന്നിട്ട് നല്ലോണം വെണ്ണീർ എടുത്തിട്ട് പാത്രം നല്ലോണം കഴുകുക, എന്നിട്ട് 2 ചുട് ചായ ഉണ്ടാക്കിയിട്ട് കൂടെ കൊണ്ടുപോവാ. ശരി, ഇതാണ് എനിക്ക് ഇയാൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്. താൻ പോയി ചായ ഉണ്ടാക്കണോ? ഞാൻ ഇവിടെ അടുക്കള വിളിക്കൊന്നും കേട്ടോ. ഈ പിന്നെന്താ ഇവിടെ കളത്തിൽ വിളിക്കൊന്ന പഴയ അനുസരിക്കണോ? പഴം തെണ്ടി തിന്നു കാട്ടുപോത്തിന് ഏൽ കഴിക്കും. നിന്റെ കുടുംബക്കാരൻ്റെ പഴയത് പിരാൻ തെളിയിക്കുന്നത്. ഒരു കാര്യം, ഒരടങ്ങി ഉറക്കൂടി കഴിച്ചിട്ട് കൊടുക്ക്. ഓട്ടവാഹേ അല്ല, മോനെന്തെങ്ങനെ പെയർക്കണത്? ഒന്നുമില്ല. പിന്നെ മോനെ, മോൻ ഇന്നത്തെ പേപ്പർ വായിച്ചോ? ഇല്ല. നിങ്ങളൊക്കെ വായിക്കേണ്ടത്. നമ്മൾ സ്വന്തം ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പെട്രോൾ, ഓയിൽ, മണ്ണെണ്ണ, സിഗരറ്റ്, ബ്ലേഡ്, ഇതിനൊക്കെ വില കൂട്ടിക്കുന്നു. അപ്പൊ നമ്മൾ പെരേന്റെ വാടക ഒരു 50 ഉറുപ്പ്യ നമ്മളും കൂട്ടിക്കുന്നു. 50 ആക്കിയത് 500 ആക്കി കൂടെ? അതാണ് ഇങ്ങനെ പോവാന്ന് വെച്ചാൽ അടുത്ത കൊല്ലം 500 ആക്കേണ്ടി വരും, അത് ഉറപ്പാണ്. പിന്നെ ഈ കാര്യം പറഞ്ഞോണ്ട് മേയാൾ ഇങ്ങോട്ട് കുളിക്കല്ലേ?
എടോ ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ലേ, അതിനെ പിടിച്ച് കുളിക്കുക. എടോ മനുഷ്യനായൊരു പൈസ എല്ലാം വരുന്നത് സ്നേഹമാണ്, അത് ആദ്യം മനസ്സിലാക്ക്. കുണ്ടന്മാർക്ക് എന്റെ സ്വഭാവം മനസ്സിലായില്ല. പെട്രോൾ പറഞ്ഞ് ഞാൻ ഇതൊക്കെ തീ കൊടുക്കും. ബോസ് അങ്ങോട്ട് ഈ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യും. ഹലോ, യെസ് ലത, ആരാണ്? ഞാനാണ്ടോ, എന്റെ വോയിസ് എനിക്ക് മനസ്സിലായില്ലേ? നല്ല പാർട്ടിയാണ്. പിന്നെ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് കാണണം. പാർക്കിലേക്ക് വന്നാൽ മതി. എന്താ പ്രത്യേകിച്ച്? കാണാനോ? എന്നെ കാണാത്താണോ? നിന്നെ നല്ലോണം ഒന്ന് കാണാൻ. എന്താ, സ്വസ്ഥമായി കുറച്ചു നേരം സംസാരിച്ചിരിക്കാനല്ലോ. അതിന് വീട്ടിലേക്ക് വന്നാ മതി. അങ്കിൾ അവിടെ ഇല്ലേ? നമ്മുടെ റൊമാൻസ് അങ്ങനെ കാണണ്ട. ഡാഡിക്ക് എല്ലാം അറിയാം. പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ വൈകും മിന്നുവേട്ടാ. പിന്നെ ഒരിക്കലാവാം. ഞാൻ വരില്ല. നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, ഞാൻ കാത്തിരിക്കും. സുഭാഷ് പാർക്കിൽ വരണം. അളിയോ, നമ്മൾ ഇത്രയും നമ്പർ ഇട്ടിട്ട് ഗവനിക്കുന്നില്ലല്ലോ നമ്മളെ. ഹലോ, ആരെയാണാവോ കാത്തിരിക്കുന്നത്? അല്ല, ഞങ്ങൾ ആരെങ്കിലും മതിയെങ്കിൽ ഇല്ലല്ലേ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ മതിയെങ്കിൽ ഞാൻ വരാം. കാറി പോണെങ്കിൽ കാറി പോകാം. നാളെ ഇന്നിനി വരുമെന്ന് തോന്നില്ല മോളെ. എന്താന്ന് വെച്ചാ നേരത്തെ ഞാൻ വൈകിയോ? ഇല്ല, എഴുന്നള്ളത്ത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ? ക്ഷമിക്കെന്റെ പൊന്നെ, നമ്മുടെ ഒരു പാവം റപ്പായി പോയില്ലേ? ടൈം കീപ്പ് ചെയ്യണ്ടേ? ആ ഡോക്ടർ സോമന്റെ ക്ലിനിക്കിൽ പോയതാ. അയാളുടെ കയ്യിൽ ഊരാൻ പെട്ട പാട്. കാത്തിരിപ്പ് സഹിക്കാമായിരുന്നു. അവരുടെ വൃത്തികെട്ട കമന്റ് നാശം. ആരാ അവർ? ആവോ, ആർക്കറിയാം. നീ വല്ലതും പറഞ്ഞോ? ചെരുപ്പൂരി ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. ഏതായാലും അങ്ങനെയും സംഭവിച്ചില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. പിന്നെ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇത് തരാൻ വേല കഴിഞ്ഞിരിക്കട്ടെ. അല്പ സ്വകാര്യാണ്, ചെവി പറയാം. ഇവിടെ വേണം. നിന്നെ തന്നെ. എന്താ വിനുവേട്ടാ? അറിയില്ല, നീ ഇവിടെ നിൽക്ക്. വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കൂടാ അല്ലടാ? സാർ, ഞാൻ ഏതാടാ പെൺകുട്ടി? അത് എന്റെ ഭാര്യയാണോ? അല്ല, പിന്നെ എന്റെ ഗേൾഫ്രണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ കാമുകി. നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ കറക്കിയെടുത്ത് ബൈക്കിന്റെ പുറകിലിരുത്തി നഗരം ചുറ്റി നടക്കലാണ് നിന്റെ ജോലി അല്ലേ? എന്താണെന്ന് പറയാത്തെ? നീ ടൗണിൽ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഏതായാലും കൈ കിട്ടിയല്ലോ. എടാ കഴിവേറിയുടെ മോനെ, നിനക്കെന്നെ ഇത്ര സംസാരിച്ചിട്ട് മനസ്സിലായില്ലേ? ഇത് ഞാനാണ് വിജയരാജ്. എടാ, നീയാണോ? ഈ വേഷത്തെ കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് മനസ്സിലായി കേട്ടോ. എന്ന് മുതൽക്കാടാ ഈ കാക്കിക്കുള്ളിൽ കയറി പറ്റിയത്? വർഷങ്ങളായടാ, 3 മാസമായി ഇവിടെ വന്നിട്ട്. അത് പോട്ടെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഇങ്ങനെ കഴിഞ്ഞുകൂടെയാണ്. ലതേ, ഇവരെന്റെ കോളേജ് മീറ്റാണ്. വിജയരാജ് ടൗൺ CA ആണ്.
ഹലോ. ഹലോ. ഇത് ലത. കൂടുതൽ പറയണ്ടല്ലോ. വേണ്ട വേണ്ട, കണ്ടപ്പോ തന്നെ കാര്യം പിടികിട്ടി. ലതേ, ഇവനെ ശരിക്ക് പിടിച്ചോളണം. ആളും മഹാവില്ലനാ, ഉതറിപ്പോയിക്കളയും. ആ, വൈകിട്ട് നീ എന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് വാ. മറ്റു വിശേഷങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. വരാം. പിന്നെ നീ സ്റ്റിൽ ബാച്ചിലർ. ലതയ്ക്കും വരാം. ഇനി ക്ഷണിച്ചില്ലെന്ന് പറയരുത്. ഓക്കെ. ആ, ബൈ. ഓക്കെ. ബൈ. ഓക്കെ. താങ്ക് യു രഞ്ജിത്ത്. Another pose, please. Beautiful. ഈ സ്റ്റിൽസ് നാളെ മോർണിംഗിൽ തരണം. തരാം. നാളെയല്ലേ ജൂലി ബോംബെക്ക് പോകുന്നത്? അതെ. എയർപോർട്ടിൽ പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറും. ഞാൻ പ്രിന്റ് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് പോസ്. ഗുഡ്. I love you. I love you. Mr. Ranjit? Oh, sorry. Just a minute. Hi, Julie. ഹലോ. What is the position of today's work? Working is going on fine. The girl is modeling. Tomorrow I am going to Delhi by first flight. Oh. Are you come along with me? No, sir. Bye. Julie, എനിക്ക് അത്യാവശ്യമായി ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ. നമുക്ക് നാളെ കാണാം. ആ. ഓക്കെ, ബൈ. ബൈ. ഹലോ, താനിവിടേക്കാ? ടൗൺ ഹാളിലേക്ക്. ബൈക്കില്ലേ? അവന് മേജർ ഓപ്പറേഷൻ മസാഫി കയറ്റിയിരിക്കുക. ടൗൺ ഹാളിൽ എന്താ? ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നാ കയറ്, കൊണ്ടുപോയിടാം. മെസ്സേജ് തന്നാ മതി. എല്ലാം ഒരുമിച്ച് തരാം ഞാനേ. ടൗൺ ഹാളിൽ എത്ര മണിക്കാ പ്രോഗ്രാം? 6:30. ഏതായാലും ഒരു കാപ്പി കഴിച്ചിട്ട് പോവാം. ഓക്കെ, എന്നാ വിട്.